VS കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി നിലകൊണ്ട വളരെ വിരലിലെണ്ണാവുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് സഖാവ് VS. കാലത്ത് തൊഴിലാളി വർഗം തന്നെ, അല്ലെങ്കിൽ പാവപ്പെട്ട കർഷക തൊഴിലാളിയായാലും കയർ തൊഴിലാളികളായാലും അവരൊക്കെ തന്നെ മേലാളന്മാരുടെ മുൻപേ വളരെ അടിമകളെ പോലെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലാണ് VSനെ പോലുള്ള ആളുകൾ അവരുടെ പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന്, നേതൃത്വപരമായ ഒരു പങ്ക് വഹിക്കുന്നതിന് വേണ്ടി VSൻ്റെ പ്രസ്ഥാനം തന്നെ VSനെ നിയോഗിക്കുന്നതും VS ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ നിരവധിയായിട്ടുള്ള ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നുവെങ്കിൽ പോലും ആ ജനവിഭാഗത്തിന് വേണ്ടി ഒരു നയ പൈസയുടെ അല്ലെങ്കിൽ ഒരു ലാഭേച്ഛയും കൂടാതെ ആ തൊഴിലത്തിന് വേണ്ടി കൂടെ നിന്നു, അവരോടൊപ്പം നിന്നു, അവരെ നയിക്കുന്നതിന് മുന്നിട്ട് നിന്നു എന്നുള്ളതാണ് VSനെ വളരെ ശ്രദ്ധേയനാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുന്നു. ഒരു കാലഘട്ടം തന്നെ, ഒരു യുഗം, അതായത് തൊഴിലാളി വർഗ മുന്നേറ്റത്തിൻ്റെയൊക്കെ ഒരു യുഗത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. തൊഴിലാളി വർഗം ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഒരു കാലഘട്ടം. അവിടെ നിന്നുകൊണ്ട് ആ തൊഴിലാളിയെ സ്വന്തം കാലിൽ നിർത്തുവാനായിട്ട് VS പ്രസ്ഥാനവും എടുത്ത ശ്രമത്തെ കേരള ജനത എന്ന് ഓർക്കുക തന്നെ ചെയ്യും. സ്വന്തം ജീവിതം മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തോടൊപ്പം നിന്നു. ഒട്ടനവധി രക്തസാക്ഷികൾ ഇതിനോടകം രക്തസാക്ഷിത്വം വഹിച്ചുവെങ്കിലും ആ രക്തസാക്ഷികൾക്കൊക്കെ ഒരു മാർഗനിർദ്ദേശി എന്നുള്ള നിലയ്ക്ക് നിന്നുകൊണ്ട് എല്ലാ വിഭാഗത്തിൻ്റെയും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, പ്രസ്ഥാനത്തിനോടൊപ്പം നിന്നുകൊണ്ട് അതിനുള്ളിൽ നിന്ന് സ്ത്രീകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരു നേതാവായിട്ടാണ് നമ്മൾ സ്ത്രീകൾ അതിനെ കാണുന്നത്. ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു സഖാവ് എല്ലാ ഈ സംഘടനാ പ്രവർത്തകർക്കും, അത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലായിട്ട് ഏത് സംഘടനാ പ്രവർത്തകർക്കും അതൊരു റോൾ മോഡലാക്കി മാറ്റാൻ കഴിയുന്ന, എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കരുതൽ, അത് ഭരണരംഗത്തായിരുന്നപ്പോഴും പ്രതിപക്ഷത്തിരുന്നപ്പോഴുമൊക്കെ വലിയൊരു കരുതൽ ആ നയ സമീപനങ്ങളിലൊക്കെ ഗവൺമെൻറ്റിനെ കൊണ്ട് ആ പരിസ്ഥിതിക്ക് അനുകൂലമായ നിലപാടെടുപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചൊരു നേതാവും കൂടെയാണ്. ചുരുക്കി പറഞ്ഞാൽ കേരളം ഇന്ന് ഒരു നൂറ്റാണ്ടാണ് അവസാനിക്കുന്നത്. കേരളം ഇന്ന് ഈ നൂറ്റാണ്ട് കൊണ്ട് എന്ത് നേടിയെടുത്തിട്ടുണ്ടോ അത് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സ്ത്രീകളുടെ മുന്നേറ്റത്തിലും ഒക്കെയാണെങ്കിലും ഈ കേരളം ഇന്ന് കേരളമാകുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച സഖാവാണ്. അത് കേരള ജനതയ്ക്ക് ഒരു നല്ലൊരു ഓർമ്മയുമാണ്, അതേസമയം തന്നെ വലിയൊരു നഷ്ടവും തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.